അത് താൻ അന്ന് ഇതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരികയും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഇയാൾക്ക് കൃത്യമായ ഒരു പങ്കുണ്ട്. അത് കുറച്ച് കൂട്ടൊന്നും നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നില്ല. കാരണം അത് കണ്ടെത്തേണ്ടതും അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടതും അന്വേഷണ സംഘമാണ്. എന്തായാലും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ അന്ന് ഇയാളെ പ്രതി ചേർക്കുന്നതെന്ന് പറയുന്നത് ഇയാളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളത് കണക്കിലെടുത്താണ്. അതിന്റെ ചുമതല ഉണ്ടായിരുന്നു എന്നുള്ളത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 9 ഉദ്യോഗസ്ഥരെ, ദേവസ്വം ബോർഡിലെ 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുന്നത്. എന്തായാലും ഇനി ഇവരുടെ പങ്ക് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. ഒരു പക്ഷേ ചില ഉദ്യോഗസ്ഥരൊക്കെ ചിലപ്പോൾ ഇത് കൊള്ളയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്തതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാവാം. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ ഇതിലോട്ട് കൊണ്ടുവരാൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നില്ല. അത്തരം ഉദ്യോഗസ്ഥരെ ഒരുപക്ഷെ മാപ്പ് സാക്ഷികളാക്കി നിർത്തുകയൊക്കെ ചെയ്തതിനു ശേഷം മറ്റ് നേരിട്ട് ഇടപെടലുള്ള ഉദ്യോഗസ്ഥരെ ആയിരിക്കും ഇതിലേക്ക് കൊണ്ടുവരിക. എന്തായാലും വാസുവിന്റെ പങ്ക് ഇതിൽ ഏത് തരത്തിലാണെന്നുള്ള കാര്യത്തിന് അന്വേഷണ സംഘത്തിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് വിശദമായ പരിശോധനകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രാഥമികമായി വിവരങ്ങൾ തേടുക എന്നുള്ളത് മാത്രമാണ്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കും. തുടർ മറ്റു മൊഴികൾ എടുക്കും. ഇത് മറ്റു ഉദ്യോഗസ്ഥരുടെ മൊഴികൾ എടുക്കും. അതിനുശേഷമായിരിക്കും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. അങ്ങനെ കൃത്യമായ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വാസുവിനെതിരായ നീക്കം പലതരത്തിൽ നിർണായകമാണല്ലോ സിജോ. പ്രത്യേകിച്ചും അദ്ദേഹം ദേവസ്വം മുൻ കമ്മീഷണറാണ്, നിലയ്ക്ക് ഉദ്യോഗസ്ഥനാണ്, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി. അത് രാഷ്ട്രീയ നിയമനമാണ്, സർക്കാരിന്റെ നോമിനിയാണ്. ആ നിലയ്ക്ക് വാസുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് നേരെ തിരിയേണ്ട എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിനെതിരെ തിരിയുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു അറസ്റ്റിനുള്ള സാധ്യതയൊക്കെ തെളിയുന്നതിലൂടെ സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് എത്ര കണ്ട് പ്രതിസന്ധിയിലാകുന്നുണ്ട്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളെന്ന് പറയുന്ന ഒരാൾ എ പത്മകുമാറാണ്. എ പത്മകുമാർ ഇതിനു മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതിനുശേഷമുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് വാസുവാണ്. അപ്പോൾ ഈ അന്വേഷണം വാസുവിലേക്ക് പോവുക, അതല്ലെങ്കിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കൂടുതൽ ആളുകൾ ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണെന്നുള്ളൊരു പ്രതീതി വരികയും ചെയ്യും. അത് ഏത് തരത്തിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ചയാണെന്നുള്ളത് മാത്രമാണ് പറഞ്ഞുകൊണ്ടാണ് സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയൊക്കെ പ്രതിരോധിച്ചു നിന്നിരുന്നത്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതിരോധിച്ചു നിന്നിരുന്നത്. പക്ഷേ ഈ കട്ടിളപ്പാളി കേസിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കട്ടിളപ്പാളി കേസിലാണ് ഈ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൃത്യമായി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ അന്നത്തെ ദേവസ്വം കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് എൻ വാസുവിന്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ എന്ന് പറയാം. അതല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരുമ്പോൾ മറ്റു തലത്തിൽ ഏതെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഈ 2019 ഇൻസിഡന്റ് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. 2025 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയും ചെയ്യുകയാണ്. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നതനുസരിച്ചിരിക്കും ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ ഒരു നിലപാട് എത്രത്തോളം പ്രസക്തമാകുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു വാദം എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുക. എന്തായാലും ഇയാളുടെ ഒരു ഇൻവോൾവ്മെന്റ്, വാസുവിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും അത്തരം തുടർ നടപടികൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് സിജോ. 2019 ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ ആയിരിക്കെയാണ് ഇങ്ങനെയൊരു രേഖപ്പെടുത്തൽ. അത് ഗോൾഡ് പ്ലേറ്റിംഗ് എന്നതിന്, സ്വർണം പൂശി എന്നതിന് പകരം ഇതൊരു ചെമ്പ് ആണെന്ന് രേഖപ്പെടുത്തി വിട്ടത്. സ്വാഭാവികമായിട്ടും എൻ വാസു അത് ചെയ്യുന്നതിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, അതിന്റെ കൃത്യമായിട്ടത് ചെമ്പിന്റെ മുകളിലാണ് സ്വർണം പൂശിയത്, അത് എന്താണ് യഥാർത്ഥ ലോഹം എന്നാണ് താൻ രേഖപ്പെടുത്തിയത് എന്നൊരു ന്യായീകരണമാണ് വാസു അന്ന് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ വാസു ഈ രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ്, അവരുടെ മീറ്റിംഗിൽ അംഗീകരിച്ചതാണ്. സ്വാഭാവികമായിട്ടും വാസുവിലേക്ക് അന്വേഷണം ചെല്ലുമ്പോൾ മറ്റംഗങ്ങളിലേക്കൂടെ ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകളിലേക്കൊക്കെ ഇനി അന്വേഷണവും കൂടുതൽ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്.
തീർച്ചയായും ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടമായിട്ടാണ് പോയിക്കൊണ്ടത്. ആദ്യം ഘട്ടം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണ തട്ടിപ്പിന്റെ ആസൂത്രണം നടത്തിയതും ആസൂത്രണവും അതോടൊപ്പം തന്നെ ഒരു ഗൂഢാലോചനയും അതിന്റെ നടത്തിപ്പൊക്കെ നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് ആദ്യം അന്വേഷണം നടക്കുന്നു. അതിനുശേഷം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത് ജ്വല്ലറിയിൽ നിന്ന്, ബംഗളൂരുവിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പങ്കിനെ കുറിച്ച് അന്വേഷണം പോകുന്നത്. അങ്ങനെ ആദ്യം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇയാളുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരെയും പങ്ക് സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.